വെൽക്കം എവരിവൺ ടു ടുഡേയ്സ് പോഡ്കാസ്റ്റ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് CFX അക്കാഡമി, മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിനേക്കാൾ ഇവിടെ എന്താണ് ഡിഫറൻസ്, സ്റ്റുഡൻസിന് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്നിങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മുഹമ്മദ് നിഫാൻ ആണ്, ദ മാൻ ബിഹൈൻഡ് CFX അക്കാഡമി. ഹായ് സാർ. ഹായ്. സാറിന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന്. എന്തുകൊണ്ട് CFX അക്കാഡമി, എന്താണ് മെയിൻ ഹൈലൈറ്റ്? സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കേട്ട ചോദ്യങ്ങളിൽ വളരെ കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണിത്. എന്തിനാണ് ഇങ്ങനെ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിൽ കൂടുതൽ ഞാൻ കേട്ടൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ ഫീസിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, റൺ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ആക്ച്വലി അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായിട്ട് ഇത്രയും കോസ്റ്റ് വരുന്നുള്ളൂ ഒരു കോഴ്സിന് പഠിക്കാനായിട്ട്. അപ്പോൾ അവിടെ വരുന്ന ഒരു മറു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഫീസ് ഇത്രയല്ലല്ലോ, അവർക്ക് ഫീസ് ഇനി ഹയർ ആണല്ലോ. കോമൺ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിൽ മെയിനായിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫീസ് കുറച്ചും കൂടെ നമ്മളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ട്വൈസ് ത്രൈസ് ഒക്കെ വരുന്നുണ്ട് ഫീസ്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് അത്രയും ഫീസ് വരുന്നത്? അതിൻ്റെ ഉള്ള സിമ്പിളായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കോസ്റ്റ് കുറവാണ്. കോസ്റ്റ് കുറവ് ഇൻ ദി സെൻസ്, ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവരുടെ കോഴ്സ് ഫീസ് ചാർജ് ചെയ്യുന്നത് അവരുടെ മാർക്കറ്റിംഗ് കോസ്റ്റുകളും അവരുടെ ബാക്കിയുള്ള സർട്ടിഫിക്കേഷൻ കോസ്റ്റുകളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ആ ഫീസ് പറയുന്നത്. എന്തുകൊണ്ടാണ് CFX അക്കാഡമി മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിനേക്കാൾ വ്യത്യസ്തമാക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലുതായിട്ടുള്ള TV അഡ്വർടൈസ്മെന്റ്സ് കാര്യങ്ങളില്ല, വലുതായിട്ടുള്ള ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ്സ് കാര്യങ്ങളില്ല, വലുതായിട്ടുള്ള ബിൽ ബോർഡ് അഡ്വർടൈസ്മെന്റ്സ് കാര്യങ്ങളില്ല. നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാത്രമാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കമ്പാരിറ്റീവ്ലി വലിയ കോസ്റ്റ് വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഓവർ ഹെഡ്സ് കുറവാണ്. പിന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് ആണെങ്കിലും അവർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വേറൊരു സ്റ്റാഫുകളായിട്ട് മാത്രമല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അവർ നമ്മളുടെ ഒരു ആസ് എ പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ അവർ ഈ ഒരു ഡ്രീമിൻ്റെ പുറകിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ സർട്ടിഫിക്കേഷൻ്റെ, ഇപ്പോൾ ബാക്കിയുള്ള ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് സർട്ടിഫിക്കേഷൻസ്. അതിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയുന്നുണ്ട് UK ബേസ്ഡ് സർട്ടിഫിക്കേഷനാണ്, US ബേസ്ഡ് സർട്ടിഫിക്കേഷനാണ്. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ബ്രസീലിൽ നിന്നുള്ള സർട്ടിഫിക്കേഷനാണെന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ലോജിസ്റ്റിക്സിലാണ് കൂടുതൽ അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. ശരിക്കും ലോജിസ്റ്റിക്സ് കോഴ്സ് പഠിക്കാനായിട്ട് ഇന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളത് ഒരാളും ഒരു കമ്പനിയും പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് സ്റ്റുഡൻസിന് അറിയില്ല. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോൾ മെയ്ഡ് ഇൻ US എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ മെയ്ഡ് ഇൻ UK എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് എന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് കൊണ്ട് പറ്റുന്നുണ്ട്. അതായത് മെയ്ഡ് ഇൻ UK അല്ലെങ്കിൽ UK സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മളടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ സ്റ്റുഡൻസ് വിചാരിക്കും ഇതെന്തോ വലിയൊരു സംഭവമാണെന്നുള്ളത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ ഈ ഫീൽഡിൽ ആക്ച്വലി 5 to 6 years ആയി. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ സ്റ്റുഡൻസിനെ ഹയർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ന രാജ്യത്തിൽ നിന്നുള്ള അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റീൻ്റെ അല്ലെങ്കിൽ അക്രഡിറ്റഡ് സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളത് ഒരാളും പറഞ്ഞ് കേട്ടിട്ടില്ല. ഇതുവരെ ഒരാളും പറയില്ല അങ്ങനെ. കാരണം ലോജിസ്റ്റിക്സ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക, അതൊരു റെപ്യൂറ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് പഠിക്കുക, ആ പഠിച്ചതിനുള്ള പ്രൂഫായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അത് മാത്രം മതി ഈ കോഴ്സ് പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ UK സർട്ടിഫിക്കേഷൻ എടുത്ത് വെക്കാം. സെയിം കോഴ്സിൽ UK സർട്ടിഫിക്കേഷൻ എടുത്താൽ പൈസ കൊടുത്ത ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനും കിട്ടും. UK സർട്ടിഫിക്കേഷൻ കിട്ടും, US സർട്ടിഫിക്കേഷൻ കിട്ടും, ലോകത്തുള്ള ഏത് രാജ്യത്തു നിന്നുള്ള അക്രഡിറ്റേഷനും പൈസ കൊടുത്താൽ ആയിരിക്കും കിട്ടും. അത് വാങ്ങി വെച്ച് കോഴ്സിൻ്റെ ഫീസ് സെയിം റേറ്റിൽ കൊടുത്ത് സ്റ്റുഡൻസിനെ പിന്നെയും പറഞ്ഞ് ഈ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിച്ച് അവരെ അഡ്മിഷൻ എടുപ്പിക്കാം. പക്ഷേ അതിലല്ല കാര്യം. നമ്മൾ ആക്ച്വലി ഈ ഒരു സ്ഥാപനം CFX അക്കാഡമി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോപ്പറായിട്ട് സ്റ്റുഡൻസിന് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ, അതായത് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. പലരെ സംബന്ധിച്ചിടത്തോളം ഫീസ് കൊടുക്കാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ CFX അക്കാഡമി തുടങ്ങാൻ പിന്നിലുള്ള ഒരു മെയിൻ ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഈ ജേർണി എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് നിഫാൻ? എൻ്റെ പഴയ കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഈ സ്ട്രഗിളിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നെ എങ്ങനെയാണ് എൻ്റെ വാപ്പ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതെന്നുള്ളത് എനിക്കറിയാം. രാവിലെ എണീറ്റ് പത്രോട്ടാൻ പോയി, അതിനുശേഷം കൂലിപ്പണിക്ക് പോയിട്ടാണ് എൻ്റെ വാപ്പ എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അതേപോലെ ആയിരിക്കും ഓരോ പാരൻസും അവരുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാരൻറ്റിൻ്റെ എൻ്റെ നിന്ന് നമ്മൾ ഒരുപാട് പൈസ വാങ്ങി ആ സ്റ്റുഡൻസിന് അതിനേക്കാൾ വാല്യൂ കുറഞ്ഞൊരു കോഴ്സ് കൊടുത്ത് അവരെ ജോലിയിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതിനേക്കാൾ ഉപരി അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫീസ്, ആ ഫീസ് മാത്രം നമുക്ക് റണ്ണിങ് ആയിട്ടുള്ള കോസ്റ്റ് അതിനേക്കാളും കുറച്ചും കൂടെ പറഞ്ഞ്
ആ കോഴ്സിലെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക, എന്നിട്ട് അവനൊരു ജോലി വാങ്ങിക്കൊടുക്കുക, അതിലൂടെ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തുക. അപ്പോൾ ആ ഒരു ഇതെൻ്റെ മൈൻഡിലുള്ളത് കൊണ്ടാണ് ഞാൻ തീരുമാനിച്ചൊരു കാര്യം, മുമ്പേ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്. ഞാനൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് കൊള്ളയായ ഫീസ് വാങ്ങി സ്റ്റുഡൻസിൻ്റെ മെയിനായിട്ട് പാരൻസിനെ ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ളൊരു സംഭവം. അത് എൻ്റെ വാപ്പ എനിക്ക് പറഞ്ഞു തന്നൊരു സംഭവമാണ്. ഞാൻ സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കൊള്ള ലാഭം അതിൽ വാങ്ങാനായിട്ട് നോക്കരുത്. എന്നും നിലനിന്ന് പോകുന്ന ഒരു ആളുകളുടെ ഒരു സ്നേഹവും വിശ്വാസവും അവരുടെ താല്പര്യം കൂടി വരുന്ന രീതിയിലായിരിക്കണം അത് ചെയ്യണം എന്നുള്ളത്. അത് ഞാൻ എന്നും എൻ്റെ ജീവിതത്തിൽ പകർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ, നിഫാൻ പറഞ്ഞതുപോലെ പല പാരൻസിനെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്നാണ് പല സ്റ്റുഡൻസിൻ്റെയും എയിം അല്ലേ. അതുപോലെ CFX അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് ജോബ് ഗ്യാരണ്ടി എത്രത്തോളം ഉണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കേരളം പോലത്തെ ഒരുപാട് മൈഗ്രേഷൻ ഉള്ളൊരു സംസ്ഥാനത്ത്, ഇവിടെ ആക്ച്വലി ഉള്ള ആപ്ലിക്കൻസിനേക്കാളും കൂടുതലാണ് ജോബ് വേക്കൻസീസ് എന്നുള്ളത്. അത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മൾ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ ലോജിസ്റ്റിക്സ് പഠിച്ച് ഇറങ്ങുന്ന ഒരു സ്റ്റുഡൻസിന് ജോലി കിട്ടുന്നുണ്ടോ എന്നുള്ളത് ആദ്യം അറിയണം. അതാണ് നമ്മളൊരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ കൊടുക്കാൻ പോകുന്ന കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കണം. അത് അന്വേഷിച്ച് പോയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡസ്ട്രിയിൽ നിരവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളുണ്ട്. പക്ഷേ അവരിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഈ ആവശ്യക്കാർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള സംഭവമാണ്. കാരണം ഇപ്പോൾ ലോജിസ്റ്റിക്സ് പഠിക്കാനാണെങ്കിൽ നിലവിൽ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ വായിൽ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് പഠിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനായിട്ട് ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിൽ നിലവിലുണ്ട്. എറണാകുളത്ത് തന്നെ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അക്കൗണ്ടിങ് ആണെങ്കിലും അതെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും അതെ, അപ്പോൾ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിറക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡൻസിനൊക്കെ ഞാൻ ഒരു തവണ ആലോചിച്ചാണ്, ഇത്രയും പിള്ളേർ, അപ്പോൾ എത്ര പിള്ളേർ പഠിച്ചിറങ്ങുന്നുണ്ടാകും ഒരു സ്റ്റുഡൻറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഇത്തരം സ്റ്റുഡൻസിന് ജോലി കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടുന്നില്ല. അതാണ് ഫാക്ട്. 90% കുട്ടികൾക്ക് അല്ലെങ്കിൽ 85% കുട്ടികൾക്കും ജോലി കിട്ടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ജോലി കിട്ടാത്തത്? അതിൻ്റെ ബേസിസിൽ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ അവിടെ നിന്നാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നത്. അതായത് ഇൻഡസ്ട്രിയിൽ ആവശ്യമുള്ള ട്രെയിനിങ് അല്ല ഇവർ കൊടുക്കുന്നത്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എസ്റ്റാബ്ലിഷ് ചെയ്ത് വർഷങ്ങളുടെ പാരമ്പര്യം പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടല്ലോ, അവർ അപ് ടു ഡേറ്റ് ആയിട്ട് അവരുടെ സിലബസ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അന്ന് റെലവൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ കൂടെ പോയി കഴിഞ്ഞ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പയ്യെ അതിലേക്ക് കൂടുതൽ സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞ് ഇത് പയ്യെ ഒരു സക്സസ് ആയി വന്ന് അവർക്ക് അത്യാവശ്യം പൈസ കയറി തുടങ്ങി കഴിയുമ്പോൾ പിന്നെ അവരുടെ ശ്രദ്ധ ഈ പൈസ എങ്ങനെ കൂടുതൽ ഉണ്ടാക്കാം എന്നതിൽ മാത്രമാണ്. ഇനിയും കൂടുതൽ സ്റ്റുഡൻസിനെ എങ്ങനെ ചേർക്കാം എന്നത് മാത്രമാണ്. അപ്പോൾ അവിടെ അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് മാർക്കറ്റിങ്ങിലായിരിക്കും, അവർ കൂടുതൽ ഫോക്കസ് ഇടുന്നത് സെയിൽസിലായിരിക്കും. പ്രൊഡക്റ്റ് എന്നുള്ള സാധനത്തിൽ അവരുടെ ശ്രദ്ധ ഒരുപാട് കുറയും. അങ്ങനെ വരുമ്പോൾ അത് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറയുമ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്നത് അവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനെയാണ്. അപ്പോൾ ഇതിൽ അവരധികം ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എനിക്ക് മനസ്സിലായത് അതാണ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരുടെ പ്രൊഡക്റ്റിനെ നന്നാക്കാനായിട്ട് അധികം ഫോക്കസ് ചെയ്യുന്നില്ല. CFX അക്കാഡമിയുടെ പാരന്റ് കമ്പനിയായി പറയുന്നത് CyberFox സൊല്യൂഷൻസ് അല്ലേ? അപ്പോൾ ഈ CyberFox സൊല്യൂഷൻസ് എന്തെല്ലാം സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? CyberFox സൊല്യൂഷൻസ് എന്ന് പറയുന്ന കഴിഞ്ഞ 4 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു ഏജൻസിയാണ് CFX അക്കാഡമിയുടെ പാരന്റ് കമ്പനി എന്ന് പറയുന്നത്. ആ ഏജൻസി നിലവിൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. നമ്മൾ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾക്ക് മുമ്പ് മാർക്കറ്റിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻഡസ്ട്രിയിൽ എന്താണെന്നുള്ള കാര്യങ്ങൾ അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹിസ്റ്ററി ഉണ്ട്. ലൈക്ക് CFX അക്കാഡമി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും നമ്മൾ പ്രീവിയസ്ലി നമ്മുടെ പാർട്ട്നേഴ്സായിട്ട് നമ്മൾ ഇപ്പോൾ ഓരോ ഡിവിഷൻസിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലും നമ്മൾ അതത് സ്ഥാപനങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ എക്സ്പേർട്സിന് ഓൺ സൈറ്റ് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സർവീസ് നമുക്കുണ്ടായിരുന്നു. അതായത് CFX അക്കാഡമി പറയുമ്പോൾ അതിൻ്റെ പാരന്റ് കമ്പനീൻ്റെ കാര്യം കൂടി പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. CyberFox സൊല്യൂഷൻസ് എന്നാണ് എൻ്റെ ഏജൻസിയുടെ പേര്. CyberFox സൊല്യൂഷൻസ് ഞാൻ എന്നെ കൂടാതെ വേറെ 2 പാർട്ട്നേഴ്സും കൂടെ എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ CyberFox സൊല്യൂഷൻസിൻ്റെ വൺ ഓഫ് ദി സർവീസസ് ആയിരുന്നു അത്. ഓരോ ഇൻഡസ്ട്രിയിൽ ചെന്ന് അവിടുത്തെ ഇൻഡസ്ട്രി എക്സ്പേർട്സിന്, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ എൻഡിൽ നിന്നുള്ള ഒരു ഇൻഡസ്ട്രി എക്സ്പേർട്ട് ട്രെയിനിങ്, അതിന് നമുക്ക് ഓരോ ട്രെയിനേഴ്സ് നമ്മുടെ അസോസിയേറ്റ്സ് ആയിട്ട് നമുക്ക് കൂടെ ഉണ്ടായിരുന്നു. അവരായിട്ട് അസോസിയേറ്റത്തിനാണ് നമ്മൾ ആ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത്. അതായത് ഹോസ്പിറ്റൽസിൽ ചെന്നിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്, അതായത് ഈ പറയുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും
പഠിച്ചിറങ്ങി ജോലിക്ക് കയറിയ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നമ്മൾ ഓൺ സൈറ്റിൽ ചെന്ന് ഹോസ്പിറ്റൽസിൽ ചെന്ന് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് ഹോസ്പിറ്റൽസിൽ മാത്രമല്ല, ഇപ്പോൾ ലോജിസ്റ്റിക്സ് ആണെങ്കിൽ ഓരോ ലോജിസ്റ്റിക്സ് കമ്പനീസിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിറങ്ങിയ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ എൻ്റെ തന്നെ എനിക്ക് പരിചയമുള്ള കുറച്ച് ഏജൻസീസിൽ അവിടെ നമ്മൾ ചെന്നിട്ട് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ടിങ് ആണെങ്കിൽ അക്കൗണ്ടിങ് ഫേംസിലുള്ള ആളുകൾക്ക് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിസിൽ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി ആയിരുന്നു നമ്മൾ. അതായത് വൺ ഓഫ് അവർ സർവീസസ് അതായിരുന്നു. നമ്മളൊരു മാർക്കറ്റിംഗ് ഏജൻസിയാണ്, അതുപോലെ തന്നെ നമ്മൾ ഈ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയും കൂടെയായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ആക്ച്വലി എന്തുകൊണ്ട് നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പിന്നെയും ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു റിക്വയർമെൻറ്റ് വരേണ്ടത്, അവർ ഓൾറെഡി ഈ കോഴ്സ് പഠിച്ചിറങ്ങിയ ആളുകളല്ലേ എന്നുള്ളൊരു തോട്ട് അവിടെ വന്നത്. ആ തോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി CFX അക്കാഡമി ക്രിയേറ്റിംഗ് ഫ്യൂച്ചർ എക്സ്പേർട്സ് ആ ഒരു ടാഗ് ലൈനിൽ നമ്മൾ ഇനി അങ്ങനെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് അവർക്ക് ആവശ്യമില്ല. അതായത് ആ ഒരു സെയിം സർവീസ് നമ്മളൊരു കോഴ്സായിട്ട് കൺവേർട്ട് ചെയ്ത് ആളുകളെ പഠിച്ചിറങ്ങുന്ന +2 കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനാണെങ്കിലും പഠിച്ചിറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്തത്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ CFX അക്കാഡമിയിൽ ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത്? നിങ്ങൾ സ്റ്റുഡൻസിന് എത്രത്തോളം സപ്പോർട്ട് നൽകുന്നുണ്ട്? വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയുന്ന 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് അല്ലേ നമ്മൾ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അവിടെ എനിക്ക് അഡീഷണലി ആഡ് ചെയ്യാൻ ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് മാത്രമല്ല പറയുന്നത്, നമ്മൾ പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി എന്നുള്ളത്, ഇത് വാക്കിൽ മാത്രമുള്ള സംഭവമാണെന്നുള്ളത്. അല്ല, നമ്മളുടെ അതായത് CFX അക്കാഡമിയിൽ കോഴ്സിന് ജോയിൻ ചെയ്ത സ്റ്റുഡൻറ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിച്ച് അവനൊരു മിനിമം 75% അറ്റൻഡൻസ് ഉണ്ട്, എല്ലാം കാര്യങ്ങളും പ്രോപ്പറായിട്ട് പഠിച്ച് നമ്മൾ കൊടുക്കുന്ന ഇൻ്റർവ്യൂസ് എല്ലാം അവൻ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത് അവന് ജോബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ നേരത്തെ പറഞ്ഞ ഈ കണ്ടീഷൻസിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവന് ജോബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടച്ച ഫുൾ ഫീസ് നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മുടെ മെയിൻ കാര്യം. അത് ഈ പറഞ്ഞത് വാക്കിലൂടെ അല്ലാതെ നമുക്ക് എഗ്രിമെൻ്റ് ആയിട്ട് സ്റ്റുഡൻറ്റും പാരൻറ്റും ആയിട്ട് എഗ്രിമെൻറ്റിൽ വെച്ച് സൈൻ ചെയ്ത് അവർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ഇത് ഞാൻ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലുള്ള വേറെ ഏത് എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും? അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. ഇത് CFX അക്കാഡമിയുടെ മാത്രം പ്രത്യേകതയാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് ആ കോഴ്സിൽ അവൻ പ്രോപ്പറായിട്ട് 75% എങ്കിലും മിനിമം, അറിയാലോ, അത്രയെങ്കിലും അറ്റൻഡൻസ് വന്നെങ്കിലേ എന്തെങ്കിലും കാര്യമുള്ളൂ. അത്ര അറ്റൻഡൻസ് അവനുണ്ട്. അവൻ എന്നിട്ട് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പഠിച്ച് നമ്മൾ കൊടുത്ത ഇൻ്റർവ്യൂസ് ഒക്കെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് അവന് ജോബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് ജോബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ ഇവിടെ പേ ചെയ്ത, ആ സ്റ്റുഡൻറ്റ് ഇവിടെ പേ ചെയ്ത ഫുൾ എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്ത് സ്റ്റുഡൻറ്റിന് കൊടുക്കുന്നതാണ്. ഇത് പ്രോപ്പർ എഗ്രിമെൻ്റ് ആയിട്ട് നമുക്ക് എഴുതി വെക്കാവുന്നതാണ് അഡ്മിഷൻ്റെ ടൈമിൽ. ആ ഒരു ഗ്യാരണ്ടി എനിക്ക് എൻ്റെ കമ്പനിയുടെ ഓൺ ബിഹാഫ് ഓഫ് മൈ കമ്പനി എനിക്ക് തരാനായിട്ട് പറ്റും. നിഫാൻ എങ്ങനെയാണ് ഇത്ര കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത്? പക്ഷെ ഹോണസ്റ്റ്ലി ഇതുപോലെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. അതെങ്ങനെയാ? അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതായത് കറണ്ട് ഇൻഡസ്ട്രിയിൽ നമുക്ക് അത്രയും വേക്കൻസീസ് ഉണ്ടെന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും, ലോജിസ്റ്റിക്സിനാണെങ്കിൽ ഇഷ്ടം പോലെ വേക്കൻസീസ് ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അതേപോലെ തന്നെ വേക്കൻസീസ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇതിനും കൂടുതൽ വേക്കൻസീസ് ഉണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉള്ളതിനേക്കാളും കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ഇന്ന് കേരളത്തിലുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ എല്ലാ ഫീൽഡിലും ഇത്രയധികം വേക്കൻസീസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. പഠിച്ചപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ കറണ്ട് ഇൻഡസ്ട്രിയിൽ എന്താണ് റിക്വയർഡ് ആയിട്ടുള്ളത്, ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള സിലബസിലാണ് നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് അവർക്ക് ആ ഫുൾ ഇൻഫർമേഷൻ കാര്യങ്ങൾ കൊടുത്ത് ഫുൾ പ്രാക്ടിക്കൽ നോളജ് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് നമ്മൾ അവരെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വിടുന്നത്. അപ്പോൾ 1% പോലും ചാൻസ് ഇല്ല അവർക്ക് ജോലി കിട്ടാണ്ടിരിക്കുക എന്നുള്ളത്. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. CFX അക്കാഡമിയിൽ നിന്നും പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് ഒരു അഡീഷണൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും? അത് നല്ലൊരു ചോദ്യമാണ്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം CFX അക്കാഡമിയിൽ എന്താണ് അഡീഷണൽ ബെനിഫിറ്റ്സ് എന്നുള്ളത്, കാരണം പുതിയൊരു സ്ഥാപനമാണ്, പല ആൾക്കാർക്കും പുതിയൊരു സംരംഭത്തിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഉത്തരം അതിൻ്റെ പാരൻറ്റ് കമ്പനിയിലേക്ക് നമ്മൾ നോക്കണം. അത് കൂടാതെ നമ്മളൊരു ഒരു ഏജൻസിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് നിലവിൽ ഇൻഡസ്ട്രീസിലുള്ള ഒരുപാട് കമ്പനീസായിട്ട് ടൈപ്പുകൾ കാര്യങ്ങളുണ്ട്, ഒരുപാട് കമ്പനീസായിട്ട് നല്ല നല്ല റിലേഷൻഷിപ്സ് ഉണ്ട്, ഒരുപാട് ഗ്രേറ്റ് ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള നല്ല റിലേഷൻഷിപ്സ് ഉണ്ട്. അപ്പോൾ
നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുന്ന സ്റ്റുഡൻസിന് ആ ഒരു നെറ്റ്വർക്കിലേക്കും കൂടി ആയിരിക്കും ആക്സസ് കിട്ടുക എന്നുള്ളത്. ഈ മൾട്ടിനാഷണൽ കമ്പനീസ് ആണെങ്കിലും അത് കേരളത്തിലും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമായിട്ടുള്ള വിവിധ കമ്പനീസിലായിട്ട് നമ്മുടെ ക്ലയൻസായിട്ട് ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് ശൃംഖലയിലേക്കാണ് ഈ സ്റ്റുഡൻസ് ആക്ച്വലി നമ്മൾ എൻറോൾ ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ അടുത്ത് വന്ന് പഠിക്കുന്ന സ്റ്റുഡൻസ് അവർ ആസ് എ പാർട്ട് ഓഫ് അവർ ഫാമിലിയും കൂടിയാണ്. അപ്പോൾ ഇവർക്ക് ഈ വലിയ കമ്പനീസിലൊക്കെ ഇൻ്റർവ്യൂസ് നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ, നല്ല ടാലൻ്റ് ഉള്ള ആൾക്കാരെ ഈ കമ്പനീസ് ഹയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ നെറ്റ്വർക്ക് ആക്സസിബിലിറ്റിയാണ്. ഓക്കെ നിഫാൻ, CFX അക്കാഡമിയിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് എന്തെങ്കിലും സ്പെസിഫിക് ക്വാളിഫിക്കേഷൻസ് വേണം? ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിൽ പോലും ആ ഒരു സ്റ്റുഡൻറ്റിന് ഫ്രം സ്ക്രാച്ച് മുതൽ ടീച്ചിങ് നൽകുന്നുണ്ടോ? അത് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. കാരണം ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട് മാർക്കറ്റിംഗ് നോളജുകൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്റ്റുഡൻസ് ആയിരിക്കാം വരുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത സ്റ്റുഡൻസ് ആയിരിക്കാം വരുന്നത്. അക്കൗണ്ടിങ് ആണെങ്കിൽ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു സ്റ്റുഡൻസ് ആയിരിക്കാം വരേണ്ടത്. അല്ലെങ്കിൽ ആ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു സ്റ്റുഡൻറ്റിന് അക്കൗണ്ടിങ് പഠിക്കാനുള്ള ഒരു താല്പര്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആയിക്കോട്ടെ, മിനിമം 12th ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ കോഴ്സുകൾ എടുത്ത് പഠിക്കാൻ പറ്റും. കാരണം നമ്മൾ കോഴ്സുകൾ സ്ട്രക്ചർ ചെയ്തേക്കുന്നത് ആ ഒരു രീതിയിലാണ്. അതായത് 12th ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സുകൾ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ, ബേസിക് മിനിമം ക്വാളിഫിക്കേഷൻ 12th മതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനീസും മിനിമം ക്വാളിഫിക്കേഷൻസ് ഈ ജോബുകൾക്ക് പറയുന്നില്ല എന്നുള്ളതാണ് ആക്ച്വൽ ഫാക്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്ലേസ്മെൻറ്റ്സ് കുറച്ചും കൂടെ കൊടുക്കാനായിട്ട് ഒരു പറ്റുന്ന രീതിയിലാണ് നമ്മൾ 12th ക്വാളിഫിക്കേഷൻ വെച്ചത്. മിനിമം 12th ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു സ്റ്റുഡൻറ്റിനാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പ്ലേസ്മെൻറ്റ്സ് കൊടുക്കാനായിട്ട് പറ്റും. 12th ക്വാളിഫിക്കേഷൻ ഇല്ലാത്തൊരു സ്റ്റുഡൻറ്റിന് പ്ലേസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് ഓൾമോസ്റ്റ് അപ്രാപ്യമാണ്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോബ് കിട്ടണമെങ്കിൽ പോലും +2 ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്റ്റുഡൻസിന് ഇപ്പോൾ മിനിമം 12th ക്വാളിഫിക്കേഷൻ മതി. അതെ, പക്ഷേ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ സിമിലർ കോഴ്സസ് അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്? CFX അക്കാഡമിയിലെ കോഴ്സ് സ്ട്രക്ചർ അപ്പോൾ എങ്ങനെയാണ് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും വ്യത്യസ്തമാകുന്നത്? നമ്മുടെ കോഴ്സ് എങ്ങനെയാണ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് സൈബർ ഫോക്സ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റിംഗ് ഏജൻസി, ആ മാർക്കറ്റിംഗ് ഏജൻസിൻ്റെ സ്പെഷ്യലൈസേഷനും പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് ഏജൻസിയാണ് നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തും ആയിട്ടുള്ള ഒരുപാട് ക്ലയൻസിന് നമ്മൾ മാർക്കറ്റിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഏജൻസിയിലുള്ളത്. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൻ്റെ സിലബസും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആ എക്സ്പേർട്സിനെ വെച്ചിട്ടാണ് നമ്മൾ ആ സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ എന്താണ് ചേഞ്ചസ് ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് റിക്വയർമെൻ്റ് ഉള്ളത്, അതിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവരെ ജസ്റ്റ് ഒരു തിയറി പഠിപ്പിച്ച് വിടുക, ബേസിക് ആയിട്ടുള്ള കുറേ ടെർമിനോളജീസ് പഠിപ്പിച്ച് വിടുക, അതിലല്ല. നമ്മൾക്ക് ക്ലയൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ക്ലയൻസിൻ്റെ വർക്കുകൾ ആക്ച്വലി കാണിച്ചു കൊടുത്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ച് പഠിപ്പിക്കാനായിട്ട് വരും. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ PG ഡോക്ടേഴ്സിനെ കൊണ്ടിട്ട് എന്തെങ്കിലും സർജറീസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, സീനിയർ ഡോക്ടർ സർജറീസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ PG ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവർ കാണിച്ചു കൊടുക്കും, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞിട്ട്. അതേ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് വരും. ഇപ്പോൾ നിഫാൻ പറഞ്ഞ പോലെ 6 months 1 year കോഴ്സസ് അല്ലേ ഉള്ളത്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒരു സ്റ്റുഡൻറ്റ് കരിയർ ചൂസ് ചെയ്യുമ്പോൾ ഏത് ഡ്യൂറേഷനുള്ള കോഴ്സ് വേണം ചൂസ് ചെയ്യാൻ? നമുക്ക് 2 കോഴ്സുകൾക്കാണ് 6 month ഡ്യൂറേഷൻസും 1 year ഡ്യൂറേഷൻ ആയിട്ടുള്ളത്. അത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സിനാണ് 6 മാസത്തെ കോഴ്സായിട്ടും 1 year കോഴ്സായിട്ടും ഉള്ളത്. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് 6 months ഉണ്ട്, 1 year ഉണ്ട്. അപ്പോൾ അതിൽ 6 month കോഴ്സിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ സെക്ഷനിലേക്കായിരിക്കും കൂടുതൽ ജോബിലേക്ക് വരിക. അപ്പോൾ ലോജിസ്റ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ലോജിസ്റ്റിക്സിനെ നമ്മൾ 6 month കോഴ്സിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1 year നമ്മൾ അഡീഷണൽ ആയിട്ട് 6 month പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി എയർ കാർഗോ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈ എയർപോർട്ടിലൊക്കെ കാർഗോ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ജോബ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവിടത്തേക്കുള്ള ട്രെയിനിങ്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്ട് ആൻഡ് ഷിപ്പിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്ന നമുക്കൊരു മൊഡ്യൂളും കൂടി ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ഷിപ്സിൻ്റെ ഒക്കെ പോർട്സിൽ ഉള്ള ലോജിസ്റ്റിക്സിൻ്റെ
ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ 1 year കോഴ്സിൻ്റെ അകത്ത് സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മെയിൻലി പഠിപ്പിക്കുന്ന കോണ്ടന്റുകൾ, അതായത് ഇവർക്ക് 6 month കോഴ്സും 1 year കോഴ്സിൻ്റെ ഒരു സിമ്പിൾ കമ്പാരിസൺ എടുത്തു കഴിഞ്ഞാൽ 6 month കോഴ്സിൽ പഠിച്ച് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിരിക്കും 1 year കോഴ്സിൽ അവർക്ക് പഠിച്ചാൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്. ഇൻ ദി സെൻസ് കുറച്ചും കൂടെ കൂടുതൽ ഏരിയാസിൽ അവർക്ക് ജോബിലേക്ക് പോകാനായിട്ട് പറ്റും. ഈ സെയിം കാര്യം തന്നെയാണ് ഹോസ്പിറ്റൽസിലും വരുന്നത്. ഹോസ്പിറ്റൽസിൽ ഇവർ 6 month കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ 1 year കോഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1 year കോഴ്സിൽ കുറച്ചും കൂടെ ഏരിയാസിൽ, ഹോസ്പിറ്റൽസിൽ വേറെ വിവിധ തരം ഏരിയാസിൽ അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. 2 കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. 2 കോഴ്സ് പഠിച്ചാലും ഇവർക്ക് ജോബ് കിട്ടുന്നതാണ്. ഓക്കെ നിഫാൻ, അടുത്തതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 5 വർഷത്തിൽ CFX അക്കാഡമി എവിടെയായിരിക്കും? 5 വർഷത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങി അവർ വിവിധ കമ്പനികളിൽ പ്ലേസ്ഡ് ആയി. ബാക്കി നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ആ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ സ്ഥാപനത്തിലെ കാണുന്നത്. മിനിമം ഒരു 25,000 സ്റ്റുഡൻസിനെങ്കിലും അടുത്ത 5 വർഷത്തിൽ 25,000 എക്സ്പേർട്സിനെ ഇൻഡസ്ട്രിയിലേക്ക് ഇറക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷൻ ഗോൾ. ഇന്നത്തെ കാലത്ത് പല സ്റ്റുഡൻസിനും കരിയർ സംബന്ധിച്ച് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ നിഫാന് പറയാനുള്ളൊരു അഡ്വൈസ് എന്താണ്? അതിപ്പോൾ ഞാനും ആക്ച്വലി എൻ്റെ ഡിഗ്രി എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം എന്നുള്ളൊരു വലിയൊരു കൺഫ്യൂഷനിലായിരുന്നു. ഞാൻ ആക്ച്വലി BCA ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് പഠിച്ചത് എറണാകുളത്തെ KMA കോളേജിൽ നിന്ന്. അപ്പോൾ ആ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഇപ്പോഴത്തെ സ്റ്റുഡൻസിനെ വളരെയധികം റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവർ ഇത്രയും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ജോബാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ എനിക്കില്ല, അപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു ഉപദേശം എന്ന് വിചാരിക്കേണ്ട, പറയാനുള്ളൊരു സജഷൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരുടെ സിമ്പിളായിട്ട് പറയാൻ പറ്റിയത് മനസ്സിലാക്കുക എന്താണ് ഇൻഡസ്ട്രിയിൽ റെലവൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. നമുക്കൊരിക്കലും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ചില ആൾക്കാർക്ക് ചോദിച്ചാൽ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ അവർ ഉറക്കം എന്ന് പറയും. ഉറങ്ങിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇൻഡസ്ട്രിയിൽ എന്താണ് ആവശ്യം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അല്ലെങ്കിൽ ഏത് ഡിവിഷനാണ്, ഏത് സെക്ടറിലാണ് ഇനിയും പോസിബിലിറ്റീസ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആണോ എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ, അതിനോടുപരി ഇൻഡസ്ട്രിയിൽ ഡിമാൻഡ്, ഇത്രയും കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി അതിനുശേഷം വേണം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ ആ കോഴ്സ് ചേരാൻ വേണ്ടി നോക്കുമ്പോൾ ആ കോഴ്സിനെ പറ്റി പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ഒരുപാട് ഇതേപോലുള്ള യൂട്യൂബ് വീഡിയോകളുണ്ട്. ഓരോ ഇൻഡിവിജ്വൽ കോഴ്സ്, നമ്മുടെ തന്നെ ചാനലിൽ ഇൻഡിവിജ്വൽ വീഡിയോസ് ഉണ്ട് ഓരോ കോഴ്സിനെ പറ്റി. എന്താണ് ആ കോഴ്സിൽ പഠിപ്പിക്കുന്നത്, എന്ത് തരം ജോബുകളാണ് ഈ കോഴ്സ് പഠിച്ചാൽ കിട്ടുന്നത്, ഈ ജോബുകളും ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളും തങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ളതും ഓരോ സ്റ്റുഡൻറ്റും സ്വയം പരിശോധിക്കുക. എന്നിട്ട് മാത്രം ഒരു കോഴ്സ് ചൂസ് ചെയ്യുക. ഇതാണ് എനിക്ക് സ്റ്റുഡൻസിൻ്റെ അടുത്ത് മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ നിഫാൻ, താങ്ക് യു. ഇത്രയും നേരം സഹകരിച്ച CFX അക്കാഡമിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇതിൻ്റെ ജേർണി എങ്ങനെയാണെന്നും നിഫാൻ തുടങ്ങിയതിൻ്റെ പിന്നിലുള്ള ഇൻസ്പിറേഷനും എല്ലാം പറഞ്ഞു തന്നതിന് ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കരിയർ കൺഫ്യൂസ്ഡ് ആയ സ്റ്റുഡൻസിന് ഈ വീഡിയോ ധൈര്യമായി ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി CFX അക്കാഡമിയിൽ ജോയിൻ ചെയ്യാനോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Thanks for watching.